ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്രഷ് ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളൊരു ഗെയിം ബൂസ്റ്ററിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. നോർമലി നമ്മൾ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മളുടെ ഗെയിം പിങ് അടിക്കാറുണ്ട്, അല്ലെങ്കിൽ ലാഗ് ആൻഡ് ഹാങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം ബൂസ്റ്ററിൽ മെയിനായിട്ട് ഒരു ഫീച്ചർ തന്നിട്ടുണ്ട്. ആ ഒരു ഫീച്ചർ നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ ഡിവൈസ് ലാഗ് അടിക്കില്ല, ഹാങ് അടിക്കില്ല, അതുപോലെ തന്നെ പിങ് ഇഷ്യൂസൊക്കെ സോൾവ് ആയി കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഇവിടെ ഗെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ഗെയിം എന്ന് പറയുന്നൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻസ് സിമ്പിളായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഗെയിമാണ് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഗെയിം ആഡ് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് അത് സെലക്ട് ചെയ്യാം. എന്നിട്ടാകുമ്പോൾ ഇവിടെ ആഡിൻ്റെ ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ടാകുമ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ ഉണ്ടാകുന്ന ഗെയിംസും ആപ്ലിക്കേഷൻ ഒക്കെ ഇവിടെ ഷോ ആവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഗെയിം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഗെയിം സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. ജസ്റ്റ് ഗെയിമിൻ്റെ താഴെയായിട്ട് ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സെറ്റിംഗ്സ് ആണ് വേണ്ടത് അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഇവിടെ ഓട്ടോ റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. സിമ്പിളായിട്ട് അത് ടിക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ അത് ചെയ്താൽ നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കായി ഒപ്റ്റിമൈസ് ആവുന്നതായിരിക്കും. നമ്മൾ ആഡ് ചെയ്ത ഗെയിം ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഡിവൈസ് ഒപ്റ്റിമൈസ് ആയി കിട്ടുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് ഇവിടെ വേറെയും കുറേ ഓപ്ഷൻസ് സെറ്റിങ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്ത അതേ സെറ്റിങ്സ് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇവിടെ ഡിലീറ്റ് എം ടി ഫോൾഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ അത് എനേബിൾ ചെയ്താൽ നമ്മുടെ ഡിവൈസിലുള്ള എം ടി ആയിട്ടുള്ള യൂസ്ഫുൾ അല്ലാത്ത ഫോൾഡേഴ്സൊക്കെ റിമൂവ് ആയി പോകുന്നതായിരിക്കും, ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് ഇവിടെ നമുക്ക് ഡിലീറ്റ് കോപ്സ് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയൽസും ഫോൾഡേഴ്സൊക്കെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഡിലീറ്റ് .apk ഫയൽസിൻ്റെ ഒരു ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ താഴോട്ട് വന്നിട്ടാകുമ്പോൾ വീഡിയോ കോൺഫിഗ്, അതായത് വീഡിയോ കോൺഫിഗറേഷൻ്റെ ഒരു സെറ്റിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ്, ബിറ്റ് റേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ലോ എൻഡ് യൂസേഴ്സ് ആണെങ്കിൽ ഈ സെറ്റിംഗ് ഒന്നും നിങ്ങൾ ചെയ്യാൻ പോകണ്ട. ജസ്റ്റ് നിങ്ങൾ ഡീഫോൾട്ട് സെറ്റിംഗ്സ് അനേബിൾ ചെയ്ത് വെച്ചാൽ മതി. വീഡിയോ കോൺഫിഗറേഷൻ ഒന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോകണ്ട. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം സിമ്പിളായിട്ട് ബാക്ക് അടിക്കുക. എന്നിട്ട് അടുത്ത സെറ്റിംഗ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് സിമ്പിളായിട്ട് ബാക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ബാക്ക്ഗ്രൗണ്ട് ട്രാഫിക് അലൗഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പിങ്ങിൻ്റെ ആ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സെറ്റിങ്സ്. സിമ്പിളായിട്ട് ആ ഒരു സെറ്റിംഗ് സെലക്ട് ചെയ്യാം. എന്നിട്ടാകുമ്പോൾ ഇവിടെ കുറേ ആപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ഡിവൈസിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ല എന്ന് തോന്നുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ കൺസപ്ഷൻ പ്രൊഹിബിറ്റ് ചെയ്യണം, അതായത് ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ താഴെ കാണുന്ന നെറ്റ്വർക്കിൻ്റെ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട്. ആ സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ അത് പ്രൊഹിബിറ്റായി പോകുന്നതാണ്. ഈ ബ്ലൂ കളർ ആയാൽ അത് പ്രൊഹിബിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ബട്ടൺ ജസ്റ്റ് സിമ്പിളായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നിങ്ങളോട് പെർമിഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അലോ അടിക്കാനെല്ലാം ചോദിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഇവിടെ പെർമിഷൻസ് ഒക്കെ അലോ അടിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെറ്റിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യാം. നിങ്ങൾ കളിക്കുന്ന ഗെയിം ഒഴിച്ച് ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസിലും ഈ ഒരു സെറ്റിംഗ് അനേബിൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അനേബിൾ ചെയ്ത് കൊടുത്താൽ നല്ല സിഗ്നൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കളിക്കുന്ന ഗെയിമിൽ മാത്രം എല്ലാ സിഗ്നലും കിട്ടുന്നതാണ്. അപ്പോൾ പിങ് ഇല്ലാതെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ സാധിക്കുന്നതാണ്. ഗൈസ്, ഇനി അടുത്തിട്ട് ഇവിടെ ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് നമുക്ക് കാണുന്നുണ്ട്. സെൻട്രലായിട്ട് ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ റീ ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണുന്നത്. സിമ്പിളായിട്ട് അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ടാകുമ്പോൾ നമ്മളോട് അലോ അടിക്കാൻ പറയുന്നുണ്ട്. സിമ്പിളായിട്ട് അലോ അടിച്ചു കൊടുക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മളുടെ ഡിവൈസ് ഇവിടെ ഒപ്റ്റിമൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗെയിം പ്ലേ ചെയ്യാം, ഗെയിം കളിക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഗെയിമിൻ്റെ ഓപ്ഷൻസിലേക്ക് പോവാം. എന്നിട്ടാകുമ്പോൾ ഇവിടെ ഓപ്പൺ ഗെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. സിമ്പിളായിട്ട് ആ ഒരു ഓപ്ഷൻസ് സെലക്ട് ചെയ്താൽ നമ്മുടെ ഗെയിം ഓപ്പൺ ആയി കിട്ടുന്നതാണ്. സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാം. ഗെയിം ലാഗും പിങ്ങും ഹാങ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കുന്നതാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് അടിക്കുക. ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്ത് അടിക്കുക. ഓ ഗൈസ്, ഇതിലും കിടക്കാച്ച വീഡിയോസും ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ.